നമസ്കാരം. എല്ലാവർക്കും ഭാഗ്യാസ് ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായി നമ്മളിപ്പോൾ ഫ്രൂട്ടിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഒലോസോപ്പോ പാകമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒലോസോപ്പോ പഴത്തിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഇവിടെ കൊടുന്ന് നട്ടിട്ടുള്ള ഒലോസോപ്പോ പ്ലാന്റാണിത്. ഇതിവിടെ ഒരു ചട്ടിയിലാണ് നട്ടിരിക്കുന്നത്. ഒരു വർഷം കഴിഞ്ഞു നമ്മളിതിവിടെ കൊണ്ടുവന്ന് നട്ടിട്ട്. ഏതാണ്ട് വലിയൊരു പ്ലാന്റ് ആയിട്ടാണ് നമ്മളിത് മേടിച്ചത്. ചെറിയ തൈയല്ലായിരുന്നു, അത്യാവശ്യം വലിപ്പമുള്ളൊരു പ്ലാന്റ് ആയിരുന്നു. നമ്മളിത് നഴ്സറിയിൽ നിന്ന് മേടിക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞിരുന്നു ഇത് കുറച്ച് മെച്ചുവേർഡായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്, അപ്പോൾ ഒരു വർഷം കഴിഞ്ഞാൽ കായ്ഫലം കിട്ടിത്തുടങ്ങുമെന്ന് പറഞ്ഞു. അപ്പം നമ്മളിതിവിടെ നട്ട് ഒരു വർഷം കഴിഞ്ഞു. ശേഷമാണ് ഇത് പൂത്ത് തുടങ്ങിയത്. അപ്പോൾ ഈ തവണ പൂത്തു. ആദ്യത്തെ ട്രിപ്പ് പൂത്തത് പൂക്കളെല്ലാം കൊഴിഞ്ഞു പോയിട്ടാണ്. പിന്നെ ഒരു മാസം കൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും പൂവിട്ടു. അതിൽ പിടിച്ചിട്ടുള്ള കായകളാണ് ഒരു 6-7 കായകളോളം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പഴുത്തു. നമ്മളിത് ഇതുവരെ കഴിച്ചിട്ടില്ല. ഒലോസോപ്പോനെ ശർക്കരപ്പഴം കൂടി അറിയപ്പെടുന്നുണ്ട്. നല്ല മധുരമുള്ളൊരു ഫ്രൂട്ടാണെന്നാണ് പറയണത്. ഇനി നമ്മൾ കഴിക്കാത്ത കാരണം കൊണ്ട് ഇനി കഴിച്ചു നോക്കിയിട്ട് പറയാട്ടോ. അപ്പോൾ ഇത് ഇത്ര വലിപ്പം ആണ് ഉള്ളത്, കണ്ടോ? ഇതാ ഇത്രശ വലിപ്പമാണുള്ളത്. ഇത് പച്ച കളറായിരുന്നു. ഇതെവിടെ കണ്ടോ? ഇത് ഈ പച്ച കളറിലുള്ളത് ഇങ്ങനെ ഇതാ കളർ മാറി ഇപ്പോൾ ഇതാ ഇത്രയും നല്ല ഓറഞ്ച് കളറിലേക്ക് ആയിട്ട് മാറിയിട്ടുണ്ട്. ചില കായക്കൊക്കെ കുറച്ച് വലിപ്പമുണ്ട്, ചിലതിന് വലിപ്പം കുറച്ച് കുറവാണ്. ഇവിടെ ഒരെണ്ണം നമ്മൾ കവറിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി വലിപ്പമുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിലൊരു കായ പഴുത്തിട്ട് കൊഴിഞ്ഞു വീണു ഇന്നലത്തെ മഴയിൽ. അപ്പം അത് കണ്ടപ്പോഴാണ് ഇത് പാകമായല്ലോ, അപ്പം നമുക്കിത് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ റിവ്യൂ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതിവിടെ പഴുത്ത് വീണിട്ടുണ്ടായിരുന്ന കായ. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മുറിച്ച് നോക്കാം. ഇതിൻ്റെ തൊലി ഇതാ ഇങ്ങനെ അടരണോ, ഇങ്ങനെ പീൽ ചെയ്യാൻ പറ്റും നമുക്ക്. പീൽ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ തൊലിയൊക്കെ പോകട്ടാ. ഞാൻ കഴിച്ച് നോക്കട്ടെ. ഒരു പിഞ്ചെടുത്തിട്ട് നല്ല മധുരമാണ് കേട്ടാ. ഇതിന് നമ്മൾ പണ്ടൊക്കെ കഴിച്ചിരുന്ന മുട്ടപ്പഴം എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രൂട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ ഏതാണ്ട് ഒരു ടേസ്റ്റാണിത്. നല്ല മധുരമുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലെ സീഡ് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഇതിൻ്റെ ഉള്ളിൽ വലിയൊരു സീഡുണ്ട്. ഇത് സീഡുമെന്നും ഇങ്ങോട്ട് അടർന്ന് പോരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിങ്ങനെ ഒരെണ്ണം ഈത്തപ്പഴം പോലെ ഇങ്ങനെ കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ടാണ്. അപ്പം നല്ല മധുരം ഉണ്ട് കേട്ടോ. മധുരം നന്നായിട്ട് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ്. പക്ഷെ അത്ര വലുപ്പം ഒന്നും വന്നിട്ടില്ല. ഇനി ഇതിലും വലുപ്പം വരണ വേറെ ഇനം ഉണ്ടോയെന്ന് അറിയില്ല. ഇതിപ്പോൾ ഒരു അടയ്ക്കൊക്കെ ഇല്ലേ, പാകമായിട്ടുള്ളൊരു അടയ്ക്ക, ഏതാണ്ട് അതിൻ്റെ വലുപ്പം ഉള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഫ്രൂട്ടാണ്. കാരണം ചട്ടിയിൽ തന്നെ നമുക്ക് കായകൾ പിടിച്ച് കിട്ടുന്നുണ്ടല്ലോ. അത്യാവശ്യം കായകൾ പിടിക്കുകയും ചെയ്തു. അപ്പോൾ നല്ല ഫ്രൂട്ടാണ്. എല്ലാവർക്കും വീട്ടിൽ വെക്കാവുന്ന ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.